വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. സ്നേഹമെന്നത് നമ്മൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വികാരമാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഒക്കെ ആഗ്രഹിക്കാത്തവർ ചുരുക്കവുമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആത്മാർത്ഥമായ ഒരു സ്നേഹമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സുവിശേഷത്തിൽ ഇന്ന് ഈശോ ചോദിക്കുന്നുണ്ട് പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. വളരെ പെട്ടെന്നായിരുന്നു പത്രോസിൻ്റെ മറുപടി, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത് വീണ്ടും കർത്താവ് ചോദിക്കുന്നുണ്ട്, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അവിടെയും ഉത്തരം അത്ര താമസിച്ചില്ല, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാം തവണയും ചോദിച്ചപ്പോൾ അത്ര പെട്ടെന്നായിരുന്നില്ല ഉത്തരം. മറിച്ച് ഉത്തരം ഇപ്രകാരമായിരുന്നു, കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക ഇതൊക്കെ തന്നെയല്ലേ. നാമൊക്കെ വളരെ പെട്ടെന്ന് സ്നേഹിക്കുന്നെന്ന് പറയുമ്പോഴും ഒരു വൈകാരിക പ്രകടനം മാത്രമായിട്ടല്ലേ ഇത് മാറപ്പെടുക. ആഴത്തിൽ ഇരുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ചിലയിടങ്ങളിലെ സ്നേഹങ്ങളൊക്കെ ആത്മാർത്ഥമാണെന്ന്? ഉണ്ടാവാം, ഒത്തിരി ഇടങ്ങളിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവുമെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും നമ്മൾ സ്വാർത്ഥമായിട്ടല്ലേ പെരുമാറാറുള്ളൂ. നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നു പറയുകയും സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അത് ആത്മാർത്ഥമായൊരു സ്നേഹമായിട്ട് മാറ്റപ്പെടുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കാം. സ്നേഹം എപ്പോഴും പ്രകടിപ്പിക്കേണ്ട ഒന്നാണ്, അത് തിരിച്ചറിയേണ്ട ഒന്നുകൂടിയാണ്. മാർപ്പാപ്പ ഓർമ്മിച്ചതുപോലെ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആള് അത് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹമായിട്ട് മാറ്റപ്പെടുക. അവരനത് അനുഭവിക്കുവാനുള്ള ഇടം കൊടുക്കപ്പെടണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ജീവിത ബന്ധങ്ങളിലൊക്കെ ആത്മാർത്ഥമായ ഒരു സ്നേഹത്തിൻ്റെ കണികകളാകുവാൻ, നല്ല കണ്ണികളാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സ്വാർത്ഥതയൊക്കെ ഒന്ന് കൈവെടിഞ്ഞുകൊണ്ട് നിസ്വാർത്ഥമായും, എത്രമാത്രം കുറ്റപ്പെടുത്തലുകളും നമ്പരങ്ങളും ഒക്കെ ഉണ്ടായാലും സ്നേഹിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാകുമ്പോൾ അവിടെ ദൈവികമായ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. നമുക്ക് സ്നേഹിക്കാം പ്രിയമുള്ളവരെ, ചുറ്റുവട്ടമുള്ളവരെ, മാതാപിതാക്കളെ, സങ്കടപ്പെടുത്തിയവരെ കൂടെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഇടങ്ങൾ കൂടെ ഉണ്ടാവാം. അവിടെയും മനസ്സിൻ്റെ കോണിൽ നല്ല ഇടങ്ങൾ കൊടുത്ത് ഇന്ന് ഈശോ ചോദിച്ചതുപോലെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. എൻ്റെ സ്നേഹം എവിടെയാണ്? ചിലപ്പോഴൊക്കെ ഒരുപാട് ബാഹ്യ ഇടങ്ങളിലേക്ക് എൻ്റെ സ്നേഹം കൈമാറിപ്പോകാറുണ്ട്. ഞാൻ പകുത്തു കൊടുക്കാറുണ്ട്. കൊടുക്കേണ്ട ഇടത്ത് മാത്രം സ്നേഹം കൊടുത്തുകൊണ്ട് നന്മയുടെ ഒരു പാതയിലേക്ക് ആക്കുവാൻ നമുക്കിന്ന് ദൈവത്തോടു കൂടെ ആവാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ചഞ്ചലിപ്പ് കൂടാതെ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ചഞ്ചലിപ്പ് കൂടാതെ പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവുന്നുണ്ടോ? ധൈര്യപൂർവ്വം പറയാൻ പറ്റണം കേട്ടോ. ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അച്ഛാ, സ്നേഹിക്കുന്നു എന്നൊന്ന് പറയാനുള്ള ധൈര്യമില്ലാതെ പോയത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ അച്ഛനൊക്കെ പറയണം ആൾക്കാരോട്, സ്നേഹമുള്ളത് അപ്പം തന്നെ പറയാൻ, പേടി കൂടാതെ ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു ചങ്കുറപ്പുണ്ടാവണമെന്ന്. സ്നേഹമുള്ളത് നമ്മുടെ ജീവിത ബന്ധങ്ങളിലും സ്നേഹത്തെ നന്മയിൽ കാണാനായിട്ട് ഏറ്റവും ഉപരിയായിട്ട് ഈശ്വരനെ സ്നേഹിക്കാം. ഈശ്വര സാന്നിധ്യം കൂടെ ഉണ്ടാകുമ്പോൾ ചുറ്റുവട്ടങ്ങളെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാകും. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്നേഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.